പത്തനാപുരം നഗരത്തിൽ ഗതാഗതക്കുരുക്ക് വർദ്ധിക്കുന്നു, ഒപ്പം അപകടങ്ങളും. ഇന്ന് വൈകുന്നേരത്തോടെ പത്തനാപുരം നഗരത്തിൽ ഓട്ടോറിക്ഷ അപകടത്തിൽപ്പെട്ടു. ഇന്ന് വൈകുന്നേരം 4 മണിയോടെയാണ് ഓട്ടോറിക്ഷ പഴയ പോലീസ് സ്റ്റേഷന് സമീപം അപകടത്തിൽപ്പെട്ടത്. അലൂമിനിയം ഫാബ്രിക്കേഷൻ ജോലികൾക്ക് വേണ്ടി പോയ തൊഴിലാളികളാണ് അപകടത്തിൽപ്പെട്ടത്. ഓട്ടോറിക്ഷ യാത്രക്കാരനായ പത്തനാപുരം അജി ഭവനത്തിൽ അജിയുടെ കഴുത്തിന് മുറിവേറ്റിട്ടുണ്ട്. കൂടൽ സ്വദേശി സുധീഷ്, ഷെഫീഖ് എന്നിവരാണ് പരിക്കുപറ്റിയ മറ്റുള്ളവർ. എല്ലാവരും പത്തനാപുരത്ത് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഗതാഗതക്കുരുക്കിന് പേരുകേട്ട പത്തനാപുരം നഗരത്തിൽ മണ്ഡലക്കാലമായതോടെ അപകടങ്ങളും ആരംഭിച്ചിരിക്കുകയാണ്. അനിയന്ത്രിതമായ പാർക്കിംഗ് സംവിധാനവും സ്വകാര്യ ബസ്സുകളുടെ മരണപ്പാച്ചിലും അപകടത്തിന് ആക്കം കൂട്ടുകയാണ്. ഒരു സമയത്ത് ഒരു ബസ് മാത്രം നിർത്തി ആളെ കയറ്റണം എന്ന് നിർദ്ദേശിച്ചിട്ടുള്ള ബസ് സ്റ്റോപ്പിൽ ഒരേ സമയം 5 സ്വകാര്യ ബസ്സുകൾ വരെയാണ് നിർത്തി ആളുകളെ കയറ്റുന്നത്. ഇത് നഗരത്തിൽ ഗതാഗതക്കുരുക്കിന് പലപ്പോഴും കാരണമാകാറുണ്ട്. ഗതാഗതം നിയന്ത്രിക്കാൻ ഹോംഗാർഡിന്റെയും പോലീസിന്റെയും സേവനങ്ങൾ ഉണ്ടാകുമെങ്കിലും അശാസ്ത്രീയമായ ട്രാഫിക് സംവിധാനത്തിലൂടെ ഉണ്ടാകുന്ന ഗതാഗതക്കുരുക്ക് പരിഹരിക്കുവാൻ അവരും പലപ്പോഴും പണിപ്പെടാറുണ്ട്. കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതി പ്രാവർത്തികമാക്കുവാൻ ശ്രമം ആരംഭിച്ച വൺവേ സമ്പ്രദായം ഫലപ്രാപ്തിയിലെത്താതെ പാതി വഴിയിലാണ്. ശബരിമല തീർത്ഥാടകരുടെ തിരക്ക് വർദ്ധിക്കുന്നതോടെ പത്തനാപുരം നഗരം കൂടുതൽ ഗതാഗതക്കുരുക്കിലേക്ക് എത്തപ്പെടും. പത്തനാപുരം നഗരത്തെ ഗതാഗതക്കുരുക്കിൽ നിന്നും രക്ഷിക്കുവാൻ ദീർഘവീക്ഷണത്തോടെയുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാർ ഒന്നടങ്കം പറയുന്നത്. GCN ന്യൂസ്, പത്തനാപുരം.